ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്തു. എല്ലാം ചെയ്തത് പത്മകുമാർ ആണെന്നാണ് എൻ വിജയകുമാറും KP ശങ്കർദാസും നൽകിയ മൊഴി. പോറ്റിയുമായ അംഗങ്ങൾക്ക് അടുത്ത ബന്ധമില്ല എന്നും മൊഴിയുണ്ട്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വീണ്ടും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ ചോദ്യം ചെയ്തു. എന്തൊക്കെ നിർണായക മൊഴികളാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ നൽകിയിരിക്കുന്നത്? ഒപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പത്മകുമാറിനെതിരായ നിർണായക മൊഴി, പത്മകുമാറിനെ വെട്ടിലാക്കുന്ന ഒരു മൊഴി കൂടിയാണ് ഈ ദേവസ്വം ബോർഡ് അംഗങ്ങൾ നൽകിയിരിക്കുന്നത്. എല്ലാം ചെയ്തത് പത്മകുമാർ ആണെന്നാണ് പറയുന്നത്. ഇന്നാണ് SITയുടെ മുൻപിലേക്ക് വീണ്ടും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ N വിജയകുമാറും KP ശങ്കർദാസും എത്തിയത്. വീണ്ടും ചില ചോദ്യങ്ങളിൽ വ്യക്തത വരുത്താൻ, ലഭ്യമായ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ, അതൊക്കെ വീണ്ടും ചോദിച്ചറിയാനാണ് ഇരുവരെയും SIT വിളിച്ചു വരുത്തിയത്. ഇതിനിടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് എല്ലാം ചെയ്തത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ എന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങൾ നൽകിയിട്ടുള്ള മൊഴി. പോറ്റിയുമായി അടുത്ത ബന്ധം തങ്ങൾക്ക് ഇല്ലായിരുന്നു എന്ന് ഈ മൊഴിയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട സാക്ഷി, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് പത്മകുമാർ എന്നുള്ളതാണ് ഇരു അംഗങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കവർച്ച കേസിന്റെ നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് SIT കടക്കുകയാണ്. 3-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനിരിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് വീണ്ടും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ ഇരുവരെയും SIT വിളിപ്പിച്ചത്, ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടക്കുന്നില്ല SIT എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മുൻപും ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ശങ്കർദാസ് അടക്കമുള്ളവരിൽ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭ്യമായിരുന്നു. പക്ഷെ അത് പിന്നീട് N വാസുവുമായും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയ തീർച്ചയായും ശാലിനി, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ മൊഴി പത്മകുമാറാണ് കുരുക്കാകുന്നത്.